ഡീസലിന്റെയും എക്സൈസ് തീരുവ 2 രൂപ കൂട്ടി കേന്ദ്ര സർക്കാർ. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും ഇന്ധന വിലയിൽ മാറ്റമുണ്ടാകില്ല. ഗാർഹിക പാചകവാതക വില 50 രൂപയും കൂട്ടി. നാളെ മുതൽ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ എക്സൈസ് ഡ്യൂട്ടിയുടെ ഭാരം എണ്ണ കമ്പനികൾ വഹിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. Our oil marketing companies, with whose work I'm more familiar, but even the private sector companies, they carry inventories over a 45-day period. And if you go back to say early January, the crude price then was $83, which came down subsequently to $75. So the crude inventory that they're carrying is at $75 on an average per barrel. So, but if your question is going forward from here, if the price remains at $60 a barrel as it is today or thereabouts, and I'm not going into the Indian basket or Brent, etc. I'm not going into that. Then can you legitimately expect prices of petrol and diesel to be moderated by the oil marketing companies in keeping with the global price? To which my answer would be yes. In a deregulated sector, you can expect them to accordingly adjust the market retail price. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനുണ്ട്. നന്ദൻ, 2 രൂപയാണ് എക്സൈസ് തീരുവ കൂട്ടിയിരിക്കുന്നത്. ഇത് ചില്ലറ വിൽപ്പനയിൽ ഈ വർധനവ് പ്രതിഫലിക്കില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കൂട്ടിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ധനമന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. നാളെ മുതലാകും ഇത് പ്രാബല്യത്തിൽ വരിക. എക്സൈസ് തീരുവ 2 രൂപ ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പെട്രോളിന്റെ എക്സൈസ് തീരുവ 11 നിന്നും 13 ആക്കുകയും ഡീസലിന്റെ 8 രൂപയിൽ നിന്നും 10 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം വാഹന ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഈ പെട്രോളും ഡീസലും ഈ പമ്പുകളിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഈ വില വർധനവ് അത് ബാധിക്കില്ല. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും റീറ്റെയിൽ വിലയിൽ ഒരു മാറ്റവും ഇത് കാരണം ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ എക്സൈസ് തീരുവ രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികളിൽ നിന്നും ഈടാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ ഒരു തരത്തിലും ഇത് സാധാരണക്കാരെയോ അല്ലെങ്കിൽ വാഹന ഉപഭോക്താക്കളെയോ ഇത് ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾ ഒക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രൂഡ് ഓയിൽ വില കുറയാൻ കാരണവും. ഒപ്പം തന്നെ അപ്പോഴും കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കൂട്ടിയത്. നേരത്തെ ഇത് കുറച്ചിരുന്നു, ആനുപാതികമായാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാചകവാതക സിലിണ്ടറിന് 50 രൂപയും കൂട്ടി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.